ഹലോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ദേ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അനിയത്തിനോട് പോവല്ലേ, ഇന്ന് ജോലിക്ക് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ പോയി വർക്ക് ചെയ്യണം. അപ്പോൾ അവൾ ഇവിടെ വരും. അപ്പം ഞങ്ങളും ഈ ആഴ്ച വരാമെന്നും പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് അമ്പലത്തിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ഇന്നലെ വരാനുള്ളതായിരുന്നു. അപ്പോൾ നല്ല മഴ കാരണം ഇന്നലെ വരാനേ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അവൾ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം മഴ പയ്യെ പൊടിയാൻ തുടങ്ങി. വലിയ മഴ വരണം മുന്നേ നമുക്ക് അമ്പലത്തിലെത്തണം. 11 മണിക്ക് എത്തിയാലും മതി. അപ്പോൾ നമ്മളൊരു 10:30 ഇപ്പോൾ എത്തി. 10 മിനിറ്റ് മതി നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ. ഇന്ന് 11 പേരുടെ പൂജയുണ്ട് കേട്ടോ. ഫസ്റ്റത്തെയാണ് കേട്ടോ നമ്മുടെ പൂജ. പ്രമോദ് ചോദി എന്ന് പറഞ്ഞിട്ട് സേതുവിൻ്റെ പേരിലാണ് പൂജ. അതെല്ലാം അമ്മയാണ് കേട്ടോ എല്ലാം ഏർപ്പാടാക്കണത്. ഇതേ നമ്മുടെ കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞി, പുഴുക്ക് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വിളക്കൊക്കെ കൊളുത്താനൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് തുടങ്ങണുള്ളൂ. 11 മണിയാകുമ്പോഴത്തേക്കും വരും. എന്നിട്ട് നമ്മളെ ഗുരുദേവൻ്റെ അടുത്തു നിന്നുള്ള വിളക്ക് തീ നമുക്ക് തന്നിട്ട് നമ്മളെല്ലാ വിളക്കിലേക്ക് ഇങ്ങനെ പകർന്ന് കത്തിക്കും കേട്ടോ. അപ്പോൾ പ്രാർത്ഥനാ സംഘം അവിടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലച്ചു ഇതുവരെ കൂടിയിട്ടില്ല പൂജ. ഞാനും കല്യാണം കഴിഞ്ഞ പിന്നെ വന്നിട്ടേ ഇല്ല. അമ്മ പാവം മിക്കപ്പോഴും എല്ലാവരുടെ പേരിലും പൂജയൊക്കെ ചെയ്ത് അമ്മ പോകട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതേ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോരാന്ന് 12:30 ഒക്കെ ആയിട്ടോ കഞ്ഞി കുടിച്ചു. കഞ്ഞിയും പുഴുക്കും അച്ചാറും ആണ്. ലച്ചുവിന് കഞ്ഞി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കുടിച്ചു വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് ഞാനും ലച്ചും കൂടെ 2 സ്പൂൺ വാങ്ങി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ പരിചയമുള്ള കുറേ ആൻറ്റിമാരേനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ നമ്മളിതേ പ്രസാദമൊക്കെ ഇട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് കഴിച്ചു. ലച്ചുവാണെങ്കിൽ ഒരു സൗകര്യം തന്നെ ഉണ്ടായില്ല. പായസം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം അടച്ചോറെന്ന് പറഞ്ഞാൽ ഉപ്പുമില്ല മധുരമില്ല ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതത്ര കാര്യമല്ലായിരുന്നു. പായസം ഭയങ്കര വന്നപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പം അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കുഞ്ഞിലോരോ കാര്യങ്ങൾ ഓർമ്മയാണ്. അമ്മടപ്പം അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്ക് എല്ലാ ശനിയാഴ്ച രാത്രി പോണതും. അപ്പം അങ്ങനെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളിലേക്ക് പോയി ഇന്ന് അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക്. അങ്ങനെ മഴയൊന്നും കിട്ടാതെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.